റഷ്യയിൽ യുക്രൈൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കല്ലൂർ സ്വദേശി സന്ദീപിന്റെ മൃതദേഹം വീണ്ടെടുക്കുന്നതിനും ഇന്ത്യയിലേക്ക് എത്തുന്നതിനും ഇടപെടുന്നുണ്ടെന്ന് റഷ്യയിലെ ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചു. മൃതദേഹം വിട്ടുകിട്ടാനുള്ള നടപടിയുടെ ഭാഗമായി റഷ്യൻ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും എംബസി അറിയിച്ചു. കല്ലൂർ നായരങ്ങാടി കാങ്കിൽ ചന്ദ്രന്റെയും വത്സലയുടെയും മകൻ 36 വയസ്സുള്ള സന്ദീപ് റഷ്യയിൽ യുക്രൈൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി കഴിഞ്ഞ 16-നാണ് റഷ്യൻ മലയാളിയുടെ വാട്സ്ആപ്പ് ശബ്ദ സന്ദേശം പ്രചരിച്ചത്. ഇതോടെ വീട്ടുകാരും സന്ദീപ് റഷ്യൻ സേനയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി. റഷ്യൻ സൈനിക ക്യാമ്പിലെ ക്യാന്റീനിലാണ് ജോലിയെന്നും സുരക്ഷിതനാണെന്നുമാണ് സന്ദീപ് വീട്ടുകാരെ അറിയിച്ചിരുന്നത്. ഇതിനിടയിലാണ് സന്ദീപ് അടങ്ങിയ 12-അംഗ റഷ്യൻ സേനയുടെ സംഘം ആക്രമിക്കപ്പെട്ടതായുള്ള വിവരം പ്രചരിച്ചത്. സന്ദീപിനെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കാതായതോടെ എംബസിക്കും കേന്ദ്രമന്ത്രിമാർക്കും പരാതി നൽകി. ഇതിനു പിന്നാലെ ഞായറാഴ്ച പ്രധാനമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് എംബസിയുടെ മറുപടി എത്തിയത്. സന്ദീപിന്റെ മരണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെക്കുറിച്ചും റഷ്യയിൽ ജോലിക്ക് റിക്രൂട്ട് ചെയ്ത വ്യക്തികളുടെ പങ്കാളിത്തത്തെക്കുറിച്ചും ഇന്ത്യൻ സർക്കാർ അന്വേഷണം നടത്തുമെന്നും എംബസി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഉത്തരവാദികൾക്കെതിരെ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മോസ്കോയിലെ ഇന്ത്യൻ എംബസി കോൺസുലേറ്റർ രാംകുമാർ തങ്കരാജ് മെയിൽ വഴി സന്ദീപിന്റെ കുടുംബത്തെ അറിയിച്ചു.